ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞങ്ങളിന്ന് എല്ലാവരും കൂടി രാവിലെ പോകുന്നത് എവിടേക്ക് വെച്ചാൽ, എല്ലാവരും കൂടി എന്ന് പറഞ്ഞാൽ കൂട്ടത്തിലുള്ള ഗ്യാങ് ഒന്നും വന്നിട്ടില്ല, കാത്തു നിൽക്കണ പോലെ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് പഴനിയിലേക്കാണ്. പഴനി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലുള്ള പഴനിയല്ല, കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലുള്ള മേൽപ്പഴനി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. മേൽപ്പഴനി, മയിലാടുംകുന്ന് എന്നൊക്കെ പേരുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 8 മണിയോട് കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കണ്. ബസ്സിനാണ് പോകുന്നത്. പുതിയ സ്റ്റാൻഡ് ഇറങ്ങിയിട്ട്, കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പെരുമണ്ണ ബസ്സിന് കയറിയിട്ട് മേൽപ്പഴനി എന്ന് പറഞ്ഞാൽ അവരവിടെ നിർത്തി തരും. ഇനി റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയാലും പുതിയ സ്റ്റാൻഡിലേക്ക് വന്നാൽ അവിടെ നിന്ന് ബസ്സുണ്ട്. ഇനി പുതിയ റെയിൽവേ സ്റ്റേഷൻ അവിടെ നേരിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പുതിയ സ്റ്റാൻഡിലേക്ക് വന്നാൽ ഇവിടേക്ക് നേരിട്ട് ബസ്സുണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ ഇറങ്ങി കാഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ഒരൊറ്റ ഓട്ടോറിക്ഷയും കിട്ടിയില്ല. അതാണ് പിന്നെ ഞങ്ങൾ നടന്നു തുടങ്ങിയത്. അപ്പം നടക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ സുഖമുള്ള പരിപാടിയൊന്നുമില്ല കേട്ടോ. കാരണം നല്ല കുന്നായിരുന്നു, കയറ്റായിരുന്നു. അതുകൊണ്ട് നടന്ന് ഏകദേശം അവിടെ എത്തുമ്പോഴത്തേന് എല്ലാവരും ഒരു വിധമായി നല്ല ക്ഷീണിച്ചിരുന്നു കേട്ടോ. അപ്പം ഇവിടേക്ക് വരുന്നവരുണ്ടെങ്കിൽ താഴത്തുനിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് കഴിയണതും ഓട്ടോറിക്ഷ കിട്ടിയതിന് ശേഷം കയറാൻ നോക്കുക. അങ്ങനെ അത്യാവശ്യം വലിയ കയറ്റം തന്നെയായിരുന്നു. അങ്ങനെ ഒരുവിധം ഞങ്ങൾ കയറ്റമൊക്കെ കയറി ഞങ്ങൾ അവിടെ എത്തിയാണ്. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ആ ഒരു വ്യൂ. കയറി വരുന്ന അവിടെ തന്നെ വഴിപാട് കൗണ്ടർ ഉണ്ട്. അവിടെ പോയിട്ട് വഴിപാടും കാര്യങ്ങളൊക്കെ കഴിക്കുക. അപ്പോൾ ഞങ്ങൾ കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഞായറാഴ്ച ദിവസമാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ആ ഒരു ഉൾഭാഗം കേട്ടോ. അവിടേക്ക് പിന്നെ വീഡിയോസും ഫോട്ടോസും ഒന്നും അലൗഡ് അല്ല കേട്ടോ. അവർ സമ്മതിക്കില്ല അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ. ഈ ഒരു ഭാഗത്തുനിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം, പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് എടുക്കാൻ പറ്റൂല കേട്ടോ. ഇത് ഇവിടെ നിന്ന് കിട്ടിയ പ്രസാദമാണ്, ഭസ്മാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ കർക്കിടക മാസത്തിൽ ഇന്നൊരു ഗണപതി ഹോമൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെയാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ തൊഴിലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഇവിടെ അന്നദാന ടോക്കൺ കൊടുക്കുന്നത് കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ഓരോ ടോക്കൺ വീതെടുത്തിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതൊക്കെയാണ്, ഇത് അമ്മായിൻ്റെ മോനാട്ടോ. അവനെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു. വീഡിയോ എടുക്കണേനാണ് കേട്ടോ ഇങ്ങനെ പറയണത്. അപ്പം ഞങ്ങൾ രാവിലെ ഇവിടെ വന്നപ്പോൾ ചായേൻ്റെ ടൈം കഴിഞ്ഞുകൊണ്ട് ചായ കിട്ടിയില്ല. ഇവിടെ രാവിലെ ചായ, ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ നേരം വൈകി പോയിരുന്നു, അതുകൊണ്ട് ചായയൊക്കെ കഴിഞ്ഞിനി. അപ്പോൾ രാവിലെ ആരും ചായ ഒന്നും കുടിക്കാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത് അവിടെ നിന്ന് 2 ഉണ്ണിയപ്പത്തിൻ്റെ പാക്കറ്റൊക്കെ വാങ്ങിയത് അവിടെ നിന്ന് കഴിച്ചു കേട്ടോ. ഇത് ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ ഈ അമ്പലത്തിലേക്ക് വരാം. നേരത്തെ ഞങ്ങൾ വന്ന വഴിയും ഇത് താഴത്തുനിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറി കാട്ടിൻ്റെ നടുക്ക് കൂടെ ഇതുപോലെ സ്റ്റെപ്പ് കയറിയിട്ടും വരാം കേട്ടോ. വരുന്ന വഴിക്ക് ഇതുപോലെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട് ഇവിടെ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തൊഴാന്നുള്ള രീതിയിൽ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ ഒരു സ്ഥലത്തിലൂടെ ഉള്ള യാത്ര എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. കാട്ടിൻ്റെ നടുക്ക് കൂടെ ഇങ്ങനെ കയറി വരുന്നതും ആ ഒരു തണുപ്പും ആ ഒരു കാടിൻ്റെ ശബ്ദങ്ങളും മറ്റും നല്ലൊരു ഭംഗി. എന്താ പറയുക, അതിലൂടെ പോയാൽ തന്നെ നമുക്ക് ആ ഒരു ഫീൽ അനുഭവിക്കാൻ കഴിയുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ മുട്ടയടിക്കണ നേർച്ചയുണ്ട് കേട്ടോ. ഇവിടുന്ന് നേരെ താഴത്തോട്ട് പോയാൽ മുട്ടയടിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മുട്ടയടിച്ചതിന് ശേഷം ഒരുപാട് ആൾക്കാർ അങ്ങനെ മുട്ടയടിച്ച് കയറി വരുന്നതും കണ്ട്. അപ്പോൾ എന്തായാലും ഇവിടേക്ക് ഒന്ന് തൊഴുതിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞ് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുങ്ങാൻ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. കാരണം ഏകദേശം ഒരു 12:45 1 മണിയൊക്കെ ആവും ഇവിടെ ഉച്ചക്കത്തെ ഭക്ഷണം കൊടുത്തു തുടങ്ങാൻ. അപ്പോൾ ടോക്കണൊക്കെ പിടിച്ചിങ്ങാൻ ഞങ്ങൾ അതിന് കാത്ത് നിൽക്കുകയാണ്.
അപ്പോൾ റിച്ചാണ് കുറേ ടൈം കഴിഞ്ഞപ്പോൾ റിച്ചുവിന് ഇതങ്ങനെ ഏകദേശം വിശപ്പ് തുടങ്ങിയപ്പോൾ അവനൊരു പാക്ക് ബിസ്ക്കറ്റൊക്കെ വാങ്ങി അവിടെ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു ഏകദേശം 12:45 1 മണീൻ്റെ ഉള്ളിൽ തന്നെ ഭക്ഷണം കൊടുത്തു തുടങ്ങിയാണ്. ആദ്യത്തെ ട്രിപ്പ് തന്നെ കയറാൻ കഴിഞ്ഞ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ സാമ്പാർ, ഉപ്പേരി, പായസം, അച്ചാർ ഇതൊക്കെ ആയിരുന്നു ചോറിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരു 2 മണിയോട് കൂടി അവിടെ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ വരുമ്പോൾ കയറ്റം കയറി മാറിയല്ല, ഇറങ്ങാൻ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ ഇതുവരെയും വരാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് വരേണ്ട അമ്പലം തന്നെയാണ് കേട്ടത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്